ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ അതാ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ് കേട്ടോ. പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എവിടേക്കും അല്ല കേട്ടോ, പാലക്കാട്ടേക്കാണ്. അപ്പോൾ പാലക്കാട് എത്തണം ഒരു 2 മണിയാകുമ്പോഴത്തേന്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു 11:40 ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൃത്യസമയം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 11:40 ഇതാ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ വരുന്നു ബസ്. അപ്പോൾ ഇപ്പോൾ ഇതാ കൃത്യം 11:40 ആയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ പോയി ഇറങ്ങണം. പിന്നെ സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വേണം പാലക്കാട്ടേക്ക് ബസ് എടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ സ്റ്റാൻഡിലൊക്കെ ഇവിടെ വന്നിറങ്ങിക്കണു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ബസ്സിലല്ല കേട്ടോ പോകണം, ഞങ്ങൾ KSRTC ബസ്സിൽ പോകാൻ വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ പോയി ഇറങ്ങണം. KSRTC സ്റ്റാൻഡിലാണ് കേട്ടോ പോയി ഇറങ്ങുന്നത്. അപ്പോൾ ആ ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതാ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് അതിൽ കയറട്ടെ. അപ്പോൾ പാലക്കാട് എന്തിനാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വക്കീലിനെ കാണേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതപ്പോൾ ബസ് വന്നു, പിന്നെ ഞങ്ങളങ്ങനെ അതിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ചിലവർക്കൊക്കെ ചിലപ്പോൾ ഈ സ്ഥലമൊക്കെ അറിയായിരിക്കും അല്ലേ, പരിചയത്തിലുള്ള സ്ഥലമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കേസ് കൊടുത്തു, നമ്മളെ നാട്ടിലും ഒരു കേസ് കൊടുത്തുക്കണു. പിന്നെ ഞാൻ ഒറ്റപ്പാലം കുടുംബ കോടതിയിലും ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടിടത്തും എനിക്ക് കേസുണ്ട്. പക്ഷേ എൻ്റെ വക്കീൽ പാലക്കാടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഈ സ്ഥലമൊക്കെ പരിചയം ഉണ്ടാവും കേട്ടോ. നൊട്ടമല പറയും, അതാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളൊരു 2 മണിയാകുമ്പോഴത്തേനൊക്കെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് പുറത്തിറങ്ങൂല, ഭയങ്കര ചൂടാണ്, നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടാണ്, നോമ്പും കൂടിയല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഇതാ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രെയിന് പോകണ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മൾ ഇത് കോട്ട കേട്ടോ. പാലക്കാടൊക്കെ വന്നവർക്ക് അറിയണ്ടാവുമല്ലോ, കോട്ടയാണ്. പിന്നെ നമ്മളിതാ സ്റ്റാൻഡിലൊക്കെ എത്തി. ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ പാലക്കാട് KSRTC സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഏതായാലും ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇതാ ബസ്സിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ വക്കീൽ പിന്നെ ഒരു 2 മണിക്കാണ് കേട്ടോ ഓഫീസിലെത്തുക. ആ സമയമാകുമ്പോഴത്തേന് എത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു ഏകദേശം 1 മണിയാകുമ്പോഴത്തേന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നതും വക്കീലും എത്തിക്കണം. ഒരു 1:15 ആയപ്പോഴത്തേന് വക്കീലും എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതപ്പോൾ സമയം ഏകദേശം ഇതാ 1 മണി ആവാനായിക്കണു. ഇതാ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുണ്ട്. അപ്പോൾ ഏതായാലും കുടയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് അവിടെ എത്തട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വക്കീലിൻ്റെ അടുത്തൊക്കെ ഒരു കുറച്ച് നേരം ഇരുന്നിട്ടൊരു ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഞങ്ങൾ മഞ്ഞക്കുളം പള്ളിയിലും പോയി. മഞ്ഞക്കുളം പള്ളി ഇതാ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വക്കീലിനെ കാണാൻ വരുമ്പോൾ എപ്പോഴും ഞങ്ങളിതാ ഇവിടെ മഞ്ഞക്കുളം പള്ളിയിലും കയറലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നും ഞങ്ങളിതാ മഞ്ഞക്കുളം പള്ളിയിലൊന്ന് വരാൻ വിചാരിച്ചിട്ട് ഒന്ന് വന്നതാണ്. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ നോമ്പുറക്കാനുള്ള ടൈമും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിക്കണത് ഉള്ളിവടയും അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ ചെറുപയർ പായസം ഉണ്ട് ഉണ്ടാക്കിക്കണത്. പിന്നെ ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഉള്ളിവടയൊക്കെ തൻവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞങ്ങളൊരു 5:05 ആവാനായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഏതായാലും വന്നപ്പോഴത്തേന് തൻവി ഇതവിടെ ഉള്ളിവടയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ പായസം ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഏതായാലും നോമ്പുറക്കാനുള്ള ടൈമും ഇതവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ നല്ല ദാഹമുണ്ട് കേട്ടോ. കാരണം വെയിൽ കൊണ്ടതല്ലേ ഒരുപാട്. പാലക്കാടത്തെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ നോമ്പുറക്കാനൊക്കെ ഇരുന്നു. പിന്നെ ഇനി നമുക്ക് പാലക്കാട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം ഇനി പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ആയിട്ടാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വക്കീൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അന്നും നമുക്ക് പാലക്കാട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ തന്നെ ഞങ്ങളിതാ ബാങ്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് കടി ഉണ്ടാക്കിയൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കാരണം ഞങ്ങളിന്ന് വന്നിട്ട് ആ ക്ഷീണത്തിലായിരുന്നു. അപ്പോൾ കടി ഉണ്ടാക്കണമൊന്നും ഇതിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നൂൽപുട്ടും അതുപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കണത്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വന്നിട്ട് ആ ക്ഷീണത്തിലായിരുന്നു കേട്ടോ. പിന്നെ നോമ്പും കൂടിയല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോമ്പ് തുറക്കുമ്പോഴത്തുള്ള ഈ വീഡിയോ മാത്രമേ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കിക്കണമെന്നുള്ളത് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ അത് ഇട്ടിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയണ തന്നെയല്ലേ കാരണം ചെറുപയർ പായസം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. വീഡിയോ ഞാൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിൽ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.